വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്. അതിൻ്റെ അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്താണ് അതിൻ്റെ അപ്രോച്ചസ്? അതിൽ ഇപ്പോൾ എംപെരിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. അതാണ് ആദ്യത്തെ പറയാനുള്ളത്. രണ്ടാമത് ഫീച്ചേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, ആർട്ട്, സയൻസ്, ഇതിലേതെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. പ്രൊഫഷൻ, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്തുകൊണ്ട് പറയണു? അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കാം, മാനേജ്മെന്റ് ഫീച്ചേഴ്സ് നോക്കാം കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് MBO. നിർബന്ധമായും പഠിക്കുക. MBOൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ MBE ഉണ്ട്, അതും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിർബന്ധമായും കവർ ചെയ്യുക. MBE എന്താണ്, അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ TPM എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് ഉണ്ട്. ബെനഫിറ്റ്സ് നോക്കിയിരിക്കണം, പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. പിന്നെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും നോക്കിയിരിക്കണം, ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. പ്ലാനിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. ലീഡർഷിപ്പ് എന്താണ്, ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ, ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ട്രൈഡ് തിയറി ചോദിച്ചിട്ടുണ്ട്, ലീഡർഷിപ്പിൻ്റെ ട്രൈഡ് തിയറി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ഫോമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, രണ്ടിനെയും കൺസെപ്റ്റ് നോക്കാം കേട്ടോ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ആൻഡ് ഫോമൽ ഓർഗനൈസേഷൻ, ഡിഫറൻസ്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കണം കേട്ടോ. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നതാണ്. ഓക്കെ, ഇനി ഡെലഗേഷനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഡെലഗേഷൻ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്, പ്രോസസ്സ്, സ്റ്റെപ്സ് നോക്കിയിരിക്കണം. സക്സസ്ഫുൾ ഡെലഗേഷൻ്റെ സ്റ്റെപ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിന് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്, കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്ത പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ഉണ്ട്, അത് നോക്കിയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്ലാനിങ് ചാപ്റ്ററിലുള്ളതാണ്, പോളിസീസ് എന്താണ് ആൻഡ് റൂൾസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് നോക്കണം. പിന്നെ ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. ബിസിനസ് എത്തിക്സ് എന്താണ്, അതുപോലെ തന്നെ ആർഗ്യുമെന്റ് സപ്പോർട്ടിങ് ബിസിനസ് എത്തിക്സ്, ആർഗ്യുമെന്റ്സ്
സപ്പോർട്ടിങ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ഫേവർ ആയിട്ടുള്ളതും അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും നോക്കി വെക്കുക. പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് അഡ്വാൻറ്റേജസ്, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ, അത് ഓർഗനൈസേഷനെ പറഞ്ഞതാണ്. അതിൽ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കിക്കോളോ. എന്തായാലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തെങ്കിലുമൊക്കെ വരും എൻ്റെ ഉള്ളിലത്തെ. ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തായാലും നോക്കാം. 14 പ്രിൻസിപ്പിൾസ്, ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അത് നോക്കി വെച്ചോളൂ. അത് മറ്റൊരു സജഷൻ. ദെൻ മിക്ക പേപ്പറിലും വരാറുള്ളൊരു ചോദ്യം, ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഡെലഗേഷൻ്റെ, അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലഗേഷൻ കൂടി നോക്കണം കേട്ടോ. ഡെലഗേഷൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസും നോക്കി വയ്ക്കുക. പ്രിൻസിപ്പിൾസും നോക്കി വയ്ക്കുക. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ കൺസെപ്റ്റ് നോക്കാൻ മറക്കരുത്. പിന്നെ നെക്സ്റ്റ് സജഷൻ പറയാനുള്ളത് മോട്ടിവേഷൻ തിയറീസ് ആണ്. മോട്ടിവേഷൻ തിയറീസ് എല്ലാതും നോക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഉണ്ട്. മെഗ്രഗറിൻ്റെ ഉണ്ട് XY തിയറി അല്ലേ? ഞാൻ അല്ലാതെ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മെഗ്രഗറിൻ്റെ XY തിയറി ഉണ്ട്. ഓക്കെ, SAയ്ക്കും സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണത്, മോട്ടിവേഷൻ തിയറീസ്. പിന്നെ CSR മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കി വയ്ക്കുക. ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, 5 മാർക്സിൽ വരുന്ന മെജോറിറ്റി സജഷൻസാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ട് നോക്കുക, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, സയൻസ് ആർട്ട് പ്രൊഫഷൻ നന്നായിട്ട് നോക്കുക, MBE പ്ലാനിങ്, ലീഡർഷിപ്പ്, ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഡെലഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പോളിസീസ് ആൻഡ് റൂൾസ്, ബിസിനസ് എത്തിക്സ് വരാറുണ്ട്, പെർഫോമൻസ് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ഫൈനലിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കി വയ്ക്കുക, ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്, മോട്ടിവേഷൻ തിയറീസ്, CSR, കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് സജഷൻസ് ഇത്, ആൻഡ് ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബിസിനസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 3 പാർട്ടിലും ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.